ഒരാൾ വന്ന് ആസിഫിനെ കാണുകയാണ്. അപ്പോൾ ആസിഫോട് പറയുന്നു, സാർ എനിക്ക് ഒരു സപ്പോർട്ട് വേണം, എൻ്റെ ബിസിനസ് ഡൗൺ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? എങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ ആസിഫ് സാറിനെ സമീപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സപ്പോർട്ട് കൊടുക്കും? ഞങ്ങൾ ബേസിക്കലി ഏത് ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് സ്റ്റഡി ഉണ്ട്, ഒരു ഡയഗ്നോസിസ് സ്റ്റഡി. നമ്മളൊരു അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ അതെന്താ ചെയ്യുക, എന്താണെന്ന് അതിൻ്റെ ഡയഗ്നോസിങ് ചെയ്യും. അത് ഒന്നുകിൽ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ടായിരിക്കാം. വാട്ട് എവർ മീൻസ് അത് ഡയഗ്നോസ് ചെയ്യും. ഡയഗ്നോസ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ചികിത്സിക്കാൻ പറ്റില്ല, അത് തെറ്റായി പോകും. അതേ പ്രോസസ്സാണ് ഞങ്ങൾക്ക് DSR എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതിൽ ഞങ്ങൾ എല്ലാ ഓർഗനൈസേഷൻ്റെ എല്ലാ ആംഗിളുകളും ഞങ്ങൾ പഠിക്കും. എവിടെയാണ് അപ്പോൾ യൂഷ്വലി ഒരു ഓൺട്രപ്രണർ, ഒരു ബിസിനസ് ഓണർ ഞങ്ങളടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പ്രോബ്ലം മേ ബി സംതിങ് റിലേറ്റഡ് ടു മാർക്കറ്റിംഗ് ഓർ ക്യാഷ് ഫ്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഞങ്ങൾ ഈ DSR പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടാനുള്ള സാധ്യത. അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കുള്ള എക്സ്പീരിയൻസിൽ ഭൂരിഭാഗവും അങ്ങനെയാണ്. അതിനുള്ളൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഫ്ലോ മിക്കവാറും ഈ മുകളിൽ നിന്ന് താഴേക്കുള്ള ഇൻഫർമേഷൻ ഫ്ലോ ഏറെക്കുറെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ താഴെ നിന്ന് മേലേക്ക് ഇൻഫർമേഷൻ ഫ്ലോ വളരെ റോങ് ആയിരിക്കും. അത് ഓരോ ലെയറിലും കട്ട് ചെയ്യപ്പെടും, ഫിൽട്ടർ ചെയ്യപ്പെടും. കാരണം ഈ ഇൻഫർമേഷൻ പോകുന്നത് ഓരോ ഘട്ടത്തിലുമുള്ള ആളുകൾക്ക് ഹാംഫുൾ ആണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കറക്റ്റ്. അതൊരു ട്രാൻസ്പാരൻറ്റ് സിസ്റ്റം. ഇപ്പം നമ്മൾ QBL പോലുള്ള ഒരു ട്രാൻസ്പാരൻറ്റ് മോഡലിൽ വർക്ക് ചെയ്യുന്ന കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഫർമേഷൻ കറക്റ്റായിട്ടല്ല മുകളിലെത്തുക, അതിൻ്റെ അർത്ഥം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകും. അപ്പോൾ ഞങ്ങളുടെ DSR പോസ്റ്റിനകത്ത് ഈ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുവഴി വി ക്യാൻ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് കറക്റ്റ്ലി, സോ ദാറ്റ് വി ക്യാൻ അഡ്വൈസ് ദ ലീഡർഷിപ്പ് ഓൺ ഹൗ വി ക്യാൻ മൂവ് അഹെഡ്. എന്തൊക്കെ രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ രൂപത്തിലുള്ള റെമീഡിയൽ മെഷേഴ്സാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കുറേ കൂടി ക്ലാരിറ്റി ഉള്ള ഒരു സംഗതി കിട്ടുന്നുണ്ട്. പുതുതായിട്ട് ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്ന ആളുകൾ ബിസിനസ് തുടങ്ങിയവരുണ്ടാവും, തുടങ്ങിയിട്ട് ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും മുന്നോട്ട് പോകാൻ. അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താ? തുടങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡോണ്ട് സീ ദ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് മണി, സീ ദ ഓപ്പർച്യൂണിറ്റി ടു സോൾവ് എ പ്രോബ്ലം. എത്ര ചെറിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും എത്ര വലിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും സീ എറ്റ് എ പ്രോബ്ലം. അതിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിൻ്റെ ഷേപ്പ് മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രോബ്ലത്തിൻ്റെ ഷേപ്പ് മാറാൻ സാധ്യതയുണ്ട്. ഈ ഷേപ്പ് മാറുന്ന സമയത്ത് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നേരെ മറിച്ച് നമ്മൾ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് കണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലത്തിൻ്റെ ഷേപ്പ് മാറുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജനറലി ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സുകാരോട് സംസാരിച്ചാൽ അവർ പറയുന്നത് മാർക്കറ്റ് നല്ലതല്ല, ഇപ്പോൾ ട്രെൻഡ് മോശമാണ്, അതിനവർ മാക്രോ എക്കണോമിക് ടേമൊക്കെ ഉപയോഗിക്കും. അവിടെ നിന്നുള്ള ക്യാഷ് ഫ്ലോ റെഡിയല്ല, റിസഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറയും. പണ്ട് ഒരു സ്റ്റോറി പറയലുണ്ട്, ഒരാളുടെ മകന് MBA ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ബേക്കറി നടത്തുന്നതാണ് അച്ഛന്. തിരിച്ച് ബേക്കറിയിൽ MBA കഴിഞ്ഞ് മകൻ ജോയിൻ ചെയ്ത് ആ മകൻ നോക്കിയ സമയത്ത് കുറേ ബ്രെഡ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ബ്രെഡിനൊക്കെ മാർജിൻ വളരെ കുറവാണ്, മാർജിനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, കച്ചവടമൊക്കെ നല്ല രൂപത്തിൽ നടക്കുന്നത്. അപ്പോൾ അവൻ ചിന്തിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെഡ് മാർജിൻ കുറഞ്ഞ ഐറ്റംസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലാഭം ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ അച്ഛൻ അഡ്വൈസ് ചെയ്യണം. അച്ഛൻ റിസഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രോഫിറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് അഡ്വൈസ് ചെയ്യണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മകൻ ഇപ്പം ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ച് വന്നതാണ്, അതുകൊണ്ട് മകൻ പറഞ്ഞത് കേൾക്കാമെന്നുള്ള നിലയിൽ ആൾ ബ്രെഡ് റിമൂവ് ചെയ്ത്. ആക്ച്വലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഏത് ഇതിനകത്തും കുറേ ലാഭം ഉണ്ടാക്കുന്നതും കുറേ നഷ്ടം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള അതിൻ്റെ ഒരു കൂട്ടമാണ് ഉണ്ടാവുക. സർവീസസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും ആ എക്കോസിസ്റ്റത്തിലേക്കാണ് ആളുകൾ വരുന്നതും പർച്ചേസ് ചെയ്യുന്നത്. മേ ബി ബ്രെഡ് വാങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരും മറ്റ് സാധനങ്ങൾ വാങ്ങുന്നില്ല. ബ്രെഡില്ലാതെ ആളുകളുടെ ഫ്ലോ നിന്ന് സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ കൂട്ടി. പക്ഷേ ഇതിന് ഹൈലൈറ്റ് അതല്ല, അച്ഛൻ പിന്നീട് മകനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോറിൻ്റെ അവസാനം മകൻ പറഞ്ഞ് വളരെ കറക്റ്റ് ആയിരുന്നു, കാരണം റിസഷൻ വരുന്നത് അത് നേരത്തെ അവനക്ക് അറിയാൻ പറ്റിയിരുന്നു. പക്ഷേ റിസഷന് വന്നത് അവർ ഷോപ്പിൽ മാത്രമാണ്, അത് അവരുടെ തീരുമാനത്തിൻ്റെ കുഴപ്പം കൊണ്ട് വന്നതാണ്. അപ്പോൾ യൂഷ്വലി എൻ്റർപ്രണേഴ്സ് നമ്മളിപ്പം ഒരു നല്ല രൂപത്തിൽ എല്ലാം പെർഫോം ചെയ്യുന്ന ഒരു എൻ്റർപ്രണറോട് നമ്മൾ വെറുതെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും മാർക്കറ്റ് ശരിയല്ല, ഞാൻ ശരിയല്ല, എൻ്റെ സമീപനം ശരിയല്ല, എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയില്ല എന്ന് പറയില്ല. നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന ആൾക്കാരുടെ തന്നെ അഡ്വൈസ് അതാണ്, സീ ദ പ്രോബ്ലം നോട്ട് ദ ഓപ്പർച്യൂണിറ്റി. ആ പ്രോബ്ലം അതെങ്ങനെ ലാഭകരമായിട്ട് പരിഹരിക്കാം, പ്രോഫിറ്റബിളായിട്ട് അതിനെങ്ങനെ പരിഹരിക്കാം, എങ്ങനെ അതിനെ എഫക്റ്റീവായിട്ട് പരിഹരിക്കാം എന്ന രൂപത്തിൽ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ലാൻഡ് ഓൺ ദ റൈറ്റ് ട്രാക്ക്.